ഹായ് വ്യൂവേഴ്സ്, ആർ ജെ തേര അവർ ട്രാവൽ പാർട്ട്ണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹോളിഡേ ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് പാസ്ത മാക്രോണി. അപ്പം ഇത് നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പാസ്ത നമുക്ക് ഷോപ്പിലെല്ലാം വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പം ഹോളിഡേയ്സ് അവധി ദിവസങ്ങളിലൊക്കെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അപ്പം അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത് ആദ്യം ചൂടുവെള്ളത്തിലിട്ട് നല്ലവണ്ണം തിളപ്പിച്ച് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇത് വെള്ളം തിളപ്പിക്കുന്നതിനകത്ത് കുറച്ച് എണ്ണയും കൂടെ ഇടുമ്പോഴാണെങ്കിൽ അത് കൂട്ടി ഇത് കുഴഞ്ഞു പോകത്തില്ല. നമുക്ക് ഓരോന്നായിട്ട് നല്ലോണം ഇളകി വരും. അപ്പൊ അങ്ങനെ എണ്ണയും ഉപ്പും കൂടി ഇട്ട് വെള്ളത്തിൽ തിളപ്പിച്ച് നമുക്കത് സ്ട്രെയിൻ ചെയ്ത് വെക്കണം. സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് കുറെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കാം. ആവശ്യമുള്ള ഏതൊക്കെ വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിലും ചെയ്യാം. പിന്നെ നമുക്ക് ഇതിന് സ്പെഷ്യൽ പാസ്ത മസാല കിട്ടും. അപ്പൊ ആ മസാല ഇടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. അപ്പൊ ഞാനിവിടെ പച്ചക്കറി ആയിട്ട് സവാളയും ക്യാരറ്റും ക്യാപ്സിക്കവും പിന്നെ തക്കാളി അതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം ഉള്ളിയിട്ട് വഴറ്റി, ഉള്ളിയിട്ട് നല്ലോണം കുറച്ചൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് ക്യാപ്സിക്കം ക്യാരറ്റും പിന്നെ അതെല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റണം. അത് വഴറ്റി വരുമ്പോഴത്തേക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഒക്കെ ഇട്ട് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. എന്നിട്ട് അവസാനം തക്കാളി ഇട്ടാൽ മതി. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പും കൂടി ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് ഇളക്കിയെടുക്കണം, അടി പിടിക്കാതെ കരിഞ്ഞു പോകാതെ. എന്നിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തക്കാളിയും കൂടി ഇട്ട് ഇളക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പൊടികൾ നമുക്ക് ഇട്ട് ഇളക്കിയെടുക്കാം. ഇപ്പൊ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. ഇത് ഇത്രയും മസാലകൾ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. നമുക്ക് ചിക്കൻ മസാലയുടെ ടേസ്റ്റ് വേണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ അടുത്ത് വേറെ പാസ്ത മസാല ഉള്ളത് കൊണ്ട് ഞാൻ ഈ നമ്മുടെ സബ്ജിക്ക് വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള മസാല മാത്രമേ ഇപ്പോൾ ഇട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പാസ്ത മസാല 2 എണ്ണം ഉണ്ട്. അത് രണ്ടും പൊട്ടിച്ചിട്ട് ഇളക്കിയിട്ട് നമ്മുടെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയും കൂടി ഇട്ട് ഇളക്കിയാൽ മതി. അപ്പൊ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ടമാറ്റർ സോസും മല്ലിയിലയും ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ. എൻ്റെ അടുത്ത് അത് രണ്ടും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തില്ല. അങ്ങനെ പാസ്ത മസാലയൊക്കെ നല്ലോണം ഇട്ട് ഇളക്കി, ഒരുപാട് ഇട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ അത് കരിഞ്ഞു പോകും. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് മാക്രോണി അതെടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം. അത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചതായിരുന്നു. അതുകൊണ്ട് നമുക്കിനി പ്രത്യേകിച്ച് ഉപ്പൊന്നും വേണ്ട. മസാലയ്ക്കകത്തും ആവശ്യത്തിന് ഉപ്പുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് മസാലയും മാക്രോണിയും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മാത്രം മതി. പിന്നെ അത് നല്ലോണം ഇളക്കി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ചീസ് കൂടൊക്കെ ഇട്ട് ഇളക്കിയെടുത്ത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, എളുപ്പവുമാണ് ഉണ്ടാക്കാൻ. പാസ്ത മസാലയും കൂടി ഇടുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. അപ്പം കഴിക്കാനൊക്കെ അടിപൊളിയാണ്, പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ മാക്രോണി പാസ്ത മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി കുറച്ച് നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യണമെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യാം. കുറച്ച് ചീസ് ഇട്ട് അതും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിള്ളേർക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. ഇവിടെ അങ്കിത്തിനും അബിക്കും വളരെ ഇഷ്ടമാണ്. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാക്കും ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പം പിള്ളേർക്ക് കഴിക്കാനും ഇഷ്ടമാണിത്. അപ്പം നമുക്ക് അവർക്ക് രണ്ടുപേർക്കും സെർവ് ചെയ്ത് കൊടുത്തിട്ട് നോക്കാം അവർ കഴിക്കുന്ന അവരുടെ എക്സ്പ്രഷൻസ് എന്താണെന്ന് നോക്കാം. ഇത് ടേസ്റ്റിയുമാണ്, കുറച്ച് ഹെൽത്തിയുമാണ്. ഗോതമ്പ് വീറ്റ് കൊണ്ടൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. മൈദയുടേതും ഉണ്ടെന്ന് തോന്നുന്നു പാസ്ത, പക്ഷെ ഇത് നമ്മൾ വീറ്റിൻ്റെയാണ് വാങ്ങിക്കുന്നത്. അപ്പം കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് വളരെ ദോഷങ്ങളൊന്നുമില്ല. ഒരുപാട് കഴിക്കുന്നില്ല, ആഴ്ച ഒരു ദിവസമൊക്കെ കഴിക്കുന്നത് നല്ല കുഴപ്പമില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.